ഞാൻ ചോദിക്കുന്നത്, മുമ്പ് റിയാസിന്റെ സ്വന്തം വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നപ്പോൾ ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ എന്താണ് മറ്റ് CPM-ന്റെ ആൾക്കാരിലെ ഇതിലേക്ക് പോകുന്നത്? അതും കയ്യിന്ന് പോയി. വാർണിംഗ് സൈൻസ് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഡിക്റ്റേറ്ററായിട്ട് മാറാൻ അധിക സമയമൊന്നും വരത്തില്ല ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശന് എന്നുള്ള കാര്യം എനിക്ക് പറയാതെ പോകാൻ വയ്യ. അത് നിങ്ങൾ ഓരോ മാധ്യമ റബ്ബർ ഇടുമ്പോൾ ഇതൊന്നും VD സതീശന്റെ അറിവോടെയുള്ള റെയ്ഡല്ലോ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. VD സതീശന്റെ അറിവോടെ അല്ലെന്ന് ആരാണ് പറഞ്ഞത്? VD സതീശനെ സഹായിക്കണമെന്ന് ആരുടെ ചുമതലയാണ്? VD സതീശന്റെ പരസ്പര സഹായത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവിടെ VD സതീശൻ 102 സീറ്റുകളുടെ വളരെ കൃത്യമായിട്ട് BJP ആയിട്ടുള്ള നീക്കുപോക്കിന്റെ പേരിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. രാഷ്ട്രീയ ആരോപണമൊന്നുമല്ല, ഓരോ സ്ഥലങ്ങളിലും ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത്രയും ആത്മാർത്ഥമുള്ള പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ? കേരളത്തിലെ ഓരോ സ്ഥലത്തും കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. മുരളീധരൻ എങ്ങനെയാണ് ജയിച്ചത്? രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് ജയിച്ചത്? കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി എണ്ണി പറഞ്ഞുതരാം ഓരോ സ്ഥാനാർത്ഥികളുടെ എന്തൊക്കെ നീക്കമൊക്കെ. ചിരിക്കാനൊന്നുമല്ല. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അസംബന്ധ നാടകം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, യൂജിൻ അയനസ്കോയുടെ റൈനോസേഴ്സ് എന്ന് പറഞ്ഞ നാടകത്തിലെ പോലെ ഇത് എങ്ങും എത്താത്ത രീതിയിൽ ഒരു അന്വേഷണവും ഇതിനകത്തൊരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു മണി ലോണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിടിമുറുകുന്നു, കുറുക്കുമുറുകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കാണുമ്പോൾ സത്യത്തിൽ തമാശയായിട്ടാണ് തോന്നുന്നത്. അതൊരു കാരണം ഇവിടെ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയ മാനേജർമാരടക്കമുള്ള മുഴുവൻ ആളുകളെ മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടുന്നു, അതിന്റെ പുട്ട വിമലാദിത്യയെ ആ ചാർജിൽ നിന്ന് ഒഴിവാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻ തൂഫാൻ തന്നെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. കാര്യം കഴുത പറഞ്ഞാലും കേൾക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യ. മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കത്തക്ക രീതിയിലോ അല്ലെങ്കിൽ ഇടിയെ കുറ്റപ്പെടുത്തേണ്ടുന്ന രീതിയിലത്തേക്കോ ഉള്ള ഒന്നും നമ്മുടെ മുന്നിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്കറിയാവുന്നത്, ഇതിൽ നേരത്തെയും അന്വേഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ സ്ഥലത്തൊക്കെയാണ് EDയുടെ റെയ്ഡ് നടക്കുന്നതെങ്കിൽ അതിനൊക്കെ എത്രയോ കാലം പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലത്ത് ഇതേപോലെ റെയ്ഡ് നടത്തിയതാണ്. അപ്പോൾ ആ സമയത്ത് ഈ സഖാക്കൾ എല്ലാവരും കൂടി എന്താണ് ചെയ്തിരുന്നത് എന്നതിനെക്കുറിച്ച്, ED ഉദ്യോഗസ്ഥർക്കെതിരെ അവരെങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അസംബന്ധ നാടകമാണ് എന്ന് ശ്രീ ജയരാജ് പറയുന്നു. അത് അസംബന്ധ നാടകമായിരുന്നു സത്യത്തിൽ. അത് ആ റെയ്ഡായിരുന്നു അസംബന്ധ നാടകം, അതോ അതിനെ തുടർന്ന് അതിനോട് എങ്ങനെയാണ് CPM-ന്റെ സഖാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത് എന്നുള്ളതായിരുന്നു അസംബന്ധ നാടകം? പിന്നീട് എത്രയോ നാള് ജയിലിൽ കിടന്നതിന് ശേഷമാണ് അവർക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാനായിട്ട് സാധിച്ചത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അന്വേഷണ ഏജൻസി, അത് സംസ്ഥാനത്തിൻ്റെതായിക്കോട്ടെ കേന്ദ്രത്തിൻ്റെതായിക്കോട്ടെ, അവരുടെ മുന്നിൽ കിട്ടുന്ന ലീഡുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത്. അതല്ലാതെ ഒരു കേസിന്റെ എൻഡ് ടു എൻഡ് പൂർണ്ണമായിട്ടുള്ള വിവരം ആരെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ രാവിലെ ഉറക്കമുണരുന്ന സമയത്ത് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അതിനനുസരിച്ച് കുറ്റപത്രം കൊടുക്കുകയുമല്ല. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ആരുടെയൊക്കെ വീട്ടിലാണോ അന്വേഷണം നടത്തിയിരിക്കുന്നത്, ആരുടെയൊക്കെ സ്ഥാപനത്തിലാണോ അന്വേഷണം നടത്തിയിരിക്കുന്നത്, അവർക്ക് ഈ കേസുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കുറ്റപത്രം വരില്ല. നേരത്തെ ഒരു ഡയറി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറെ ഇനിഷ്യൽസ് എഴുതി വെച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ ആദ്യത്തെ അന്വേഷണം. രണ്ടാമത്തെ ഡയറി ഇപ്പോഴത്തെ ഒരു പുതിയ ഡയറിയുമായിട്ട് വന്നിരിക്കുന്നു. ഇത്രയും നാളായിട്ട് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് ഇപ്പോഴിത് വന്ന എന്താണ്, മെറ്റയിൽ നിന്ന്, അതായത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ പത്രസ്വാതന്ത്ര്യത്തിന് മേലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് എവിടെ ആര് വിലക്ക് ഏർപ്പെടുത്തി? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതാണ്. അതുപോലെ ഇത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് കൃത്യമായിട്ട് നില്ലത്? ഒരു കാര്യം ഞാൻ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കി, ഞാൻ പറയുന്നത് കേൾക്ക്. താങ്കൾ ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനെതിരായുള്ള കാർഡുകൾ മെറ്റ നീക്കം ചെയ്തു എന്നുള്ളതാണല്ലോ. എന്ത് ആവശ്യം സർക്കാരിൽ നിന്ന് പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്ത് വിവരമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് പങ്കുവയ്ക്കൂ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ, സർക്കാർ അങ്ങനെ ഒരു ആവശ്യം മെറ്റയ്ക്ക് മുന്നിൽ പറയൂ. അത് അങ്ങനെ നാഴിക 100 വട്ടം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വാക്കുകൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മഞ്ജുഷ്, സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല വിഷയങ്ങളിലും അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ വിഷയത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള കാരണമുണ്ട് എന്ന് പ്രാഥമികമായിട്ട് പോലും ഒരാളിന്റെ യുക്തിക്ക് നിരക്കുന്ന രീതിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് CPM-ന് സാധിക്കുന്നില്ല. ഇത് കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് സർക്കാരിന്റെ ഓർഡർ ആണ് എന്ന് പറയുന്നതിന് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വേണം.
അല്ല പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും മെറ്റയുടെ വിശദീകരണം എന്താണ്? മെറ്റ പറയുന്നതനുസരിച്ച് അവർ പലപ്പോഴും കോണ്ടന്റ് മാറ്റുക എന്ന് പറയുന്നത് പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ലോക്കൽ ലീഗൽ റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുക. മറ്റൊന്ന്, അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ് അവരിത് ചെയ്യുക. അപ്പൊ അത് അങ്ങനെയാണ് എന്ന് അവരുടെ ഭാഗത്ത് തന്നെ വിശദീകരണം ഉണ്ടെങ്കിൽ പിന്നെ സർക്കാർ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന രീതിയിലൊക്കെ ഇതിനെ ആരോപിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. CPM ഈ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന വീണ വിജയന്റെ വിഷയത്തിലാണെങ്കിൽ പോലും അന്ന് ED റെയ്ഡ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ നടന്നപ്പോൾ ED ഉദ്യോഗസ്ഥരെ തടഞ്ഞത് തന്നെ ഒരു വലിയ അബദ്ധമായിരുന്നു. അതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. മുമ്പ് ശ്രീ ജയരാജ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട മണി ലോണ്ടറിംഗിന്റെ വാദം പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പൊളിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി ഇല്ല എന്ന് ED പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ? അദ്ദേഹം പറയുന്നത് നേരത്തെ അന്വേഷിച്ചു വന്നിരുന്ന ആരോപണങ്ങൾക്കൊന്നും കുറ്റപത്രം സമർപ്പിച്ചില്ലല്ലോ, നേരത്തെ എവിടെയൊക്കെ ലൂസ് ഷീറ്റുകൾ. അതിനെന്തെങ്കിലും തെളിവ് ഇതുവരെ നേരത്തെ പറഞ്ഞ ന്യായമാണെങ്കിൽ ശ്രീത്തെ ഒറ്റ സെക്കൻഡ് ശ്രീത്തെ ഒറ്റ സെക്കൻഡ് നേരത്തെ പറഞ്ഞ ന്യായമാണെങ്കിൽ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. മണി ലോണ്ടറിംഗ് എന്തെങ്കിലും തെളിവുണ്ടോ ശ്രീത്തെ ഇവരുടെ കയ്യിൽ എടുത്തു കാണിക്കാൻ വേണ്ടി? ആരോപണം അല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇതുവരെ ഇവർ ആരോപണം നടത്തുന്നതല്ലാതെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടോ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. ഇല്ലല്ലോ. അതിനെ ന്യായീകരിക്കുകയും മറ്റേത് ഇത് രണ്ടിടത്ത് ന്യായം മാറ്റി മാറ്റി പറയണ്ടല്ലോ. താങ്കളുടെ ചോദ്യം ഞാൻ കേട്ടല്ലോ. ഇനി അതിനൊരു ന്യായം അതിന് തെളിവുണ്ടായിരുന്നാലേ ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. താങ്കൾ ചോദ്യം ചോദിച്ചല്ലോ, ഇനി ഞാൻ എന്റെ സമയത്ത് പറയട്ടെ. ആ തെളിവ് താങ്കൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അന്വേഷണ ഏജൻസി അത് കണ്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. 2, നേരത്തെ അന്വേഷിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കോ നേരത്തെ ലൂസ് ഷീറ്റുകളിൽ പേരോ ഇനിഷ്യലോ എഴുതിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയായില്ല എന്നോ അല്ലെങ്കിൽ അത് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ അന്വേഷണം പൂർത്തിയായോ? കുറ്റപത്രം സമർപ്പിക്കുന്നത് അതിൽ കുറ്റപത്രം സമർപ്പിക്കാവുന്ന രീതിയിലത്തേക്ക് അന്വേഷിക്കുന്ന ആംഗിൾ പൂർത്തീകരിക്കുന്ന സമയത്താണ്. ഞാൻ ചോദിക്കുന്നത്, മുമ്പ് റിയാസിന്റെ സ്വന്തം വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നപ്പോൾ ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പൊ എന്താണ് മറ്റ് CPM-ന്റെ ആൾക്കാരിലെ ഇതിലേക്ക് പോകുന്നത്? അസോസിയേഷൻ cannot be substitute for evidence എന്ന് പറഞ്ഞിട്ട് ന്യായം കൂടെ ഉണ്ട്. ഇപ്പൊ വീണ വിജയൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകനായതുകൊണ്ട് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം അതൊരു എന്താണ് അതിന് പറയുന്നത്, അതിന് ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ന്യായം. ഒരു കാരണവശാലും അത് നടക്കുന്ന കാര്യമല്ല. അന്വേഷിച്ചു രണ്ടാമത്തെ ന്യായം അണ്ടർലൈങ് ഒഫൻസ് സസ്പീഷ്യസ് എന്താണ്, എന്ത് മൊഴിയാണ് വന്നത്? അല്ല, പിണറായി വിജയൻ അതുകൊണ്ടാണ് പണം നൽകിയത് എന്നുള്ളത് അത് കർത്തയുടെ മൊഴിയുള്ളതല്ലേ? എന്ത് മൊഴി? കർത്തയുടെ മൊഴി. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കർത്തയെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നേരത്തെ കർത്തയുടെ ഓഫീസിലെ ഒരാളുടെ മൊഴിയായിരുന്നു, അയാൾ അവിടെ നിന്ന് പോയി പിരിഞ്ഞു പോയ ഒരാളുടെ മൊഴിയായിരുന്നു. അതിനുശേഷം കർത്തയുടെ മൊഴിയായിട്ടാണ് ഇതിനകത്ത് ഇത് ഉയർത്തി കാണിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞാലേ എത്രമാത്രം ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, അവരെ ഇടിയൊടുക്കുന്നില്ല എന്നുള്ളതല്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? കൊച്ചുകുട്ടികളുടെ വസ്ത്രങ്ങൾ വരെ അലമാരയിൽ നിന്ന് വലിച്ചു വാരി താഴെയിട്ട് ചവിട്ടി തേച്ച് ആ വീട് പിന്നെ റെഡിയാക്കി എടുക്കാൻ 5 ദിവസം 6 ദിവസം വേണ്ടി ഒരു വെളിയിൽ ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പേഴ്സണൽ സാധനങ്ങൾ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കയറി വീടെന്ന് പറഞ്ഞാൽ എന്താണ്? വീട് റെയ്ഡ് വേണ്ടെന്നൊന്നും പറയുന്നില്ല. അനാവശ്യമായ റെയ്ഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് റെയ്ഡ് ചെയ്യുന്ന സമയത്ത് 15 ജീവനക്കാരെ വീട്ടിലത്തേക്ക് ബാല്യക്കാരെ എടുത്ത് മാറ്റി. താങ്കൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ശ്രീ പണിക്കരെ, താങ്കൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ മര്യാദയ്ക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇന്റർഫിയർ ചെയ്തില്ല, ഒരൊറ്റ തവണ മാത്രമേ ഞാൻ ഇന്റർഫിയർ ചെയ്തുള്ളൂ. താങ്കളുടെ കഥാകാലക്ഷേപം ഞാൻ ഇത്രയും നേരം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനൊന്നും ഞാൻ ഒപ്പൻഡ് ആയിട്ട് ഒരു അറുപടിയും ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യം പറഞ്ഞില്ല. ശരി, നമുക്ക് ഒരു പേസിൽ അവർ വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെ അല്ല ഒരു ഏജൻസി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഏത് ഘട്ടത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കേണ്ടത്, ഏത് ഘട്ടത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്, ഏത് ഘട്ടത്തിലാണ് അറസ്റ്റ് നടപടികൾ വേണമെങ്കിൽ ഇത് സ്വീകരിക്കേണ്ടത്, ഇതൊക്കെ തന്നെ ആ എൻക്വയറി ടീമാണ്. ഇതിനകത്ത് അറസ്റ്റ് ബുദ്ധിമുട്ടാണ്. കാരണം ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് വന്നതിൽ അത് അറസ്റ്റിലേക്ക് പോകരുത് എന്നാണ്. കാരണം അന്ന് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അങ്ങനെ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. റെയ്ഡ് നടത്താം, അതുപോലെ തന്നെ കണ്ടുകെട്ടാം, പണം കണ്ടുകെട്ടാം. ഇതിനപ്പുറത്തേക്ക് പോകരുതെന്നാണ്. അങ്ങോട്ട് പോയിക്കോളെ, ബാക്ക് എടുത്തോളി, പോയിക്കോളെ, വീട്ടിൽ പോയിക്കോളെ. ശരി.